ഗാസയിൽ മാസങ്ങളായി നിലനിൽക്കുന്ന വെടിനിർത്തൽ കരാർ ഹമാസ് ലംഘിച്ചതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കഴിഞ്ഞ ദിവസം ഗാസയിലെ റഫേൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ ഒരു ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥന് പരിക്കേറ്റതാണ് ഇസ്രയേലിനെ പ്രകോപിപ്പിച്ചത്. വ്യോമസേനാ പൈലറ്റുമാരുടെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കവെയാണ് നെതന്യാഹു ഹമാസിനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. ആയുധങ്ങൾ വെടിയണമെന്ന സമാധാന കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാൻ ഹമാസിന് ഉദ്ദേശമില്ലെന്നും ഇതിന് ഇസ്രയേൽ തക്കതായ രീതിയിൽ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രയേൽ സൈനിക വാഹനം ലക്ഷ്യമാക്കി സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതായും ഇതിലൊരു ഉദ്യോഗസ്ഥന് നേരിയ പരിക്കേറ്റതായും സൈന്യം സ്ഥിരീകരിച്ചു. എന്നാൽ ഈ ആരോപണം ഹമാസ് നിഷേധിച്ചു. ഇസ്രയേൽ സൈന്യം ഉപേക്ഷിച്ചു പോയ പൊട്ടിത്തെറിക്കാത്ത ബോംബുകളാണ് സ്ഫോടനത്തിന് കാരണമായതെന്നും ഇക്കാര്യം മധ്യസ്ഥരെ അറിയിച്ചിട്ടുണ്ടെന്നും ഹമാസ് വക്താവ് മഹ്മൂദ് ബർദാവി വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ച 20 സമാധാന പദ്ധതി പ്രകാരം ഹമാസ് പൂർണ്ണമായും ആയുധങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ സ്വതന്ത്ര പലസ്തീൻ രാജ്യം നിലവിൽ വന്നാൽ മാത്രമേ ആയുധം താഴെ വയ്ക്കൂ എന്നാണ് ഹമാസിന്റെ നിലപാട്. ഗാസയിൽ കൊല്ലപ്പെട്ട ഇസ്രയേൽ പോലീസ് ഉദ്യോഗസ്ഥൻ റാൻഗുലിയുടെ മൃതദേഹം തിരികെ എത്തിക്കുന്നതിനായി ഇസ്രയേൽ പ്രതിനിധി സംഘം കൈറോയിൽ മധ്യസ്ഥരുമായി ചർച്ച നടത്തി. ഷിൻബെറ്റ്, മൊസാദ്, ഇസ്രയേൽ സൈന്യം എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങിയ സംഘമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ഒക്ടോബർ 10 വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും ചെറിയ തോതിലുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. വെടിനിർത്തലിന് ശേഷം ഇതുവരെ ഇസ്രയേൽ ആക്രമണത്തിൽ 400 പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 3 ഇസ്രയേൽ സൈനികരും ഈ കാലയളവിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹമാസിന് പുറമെ ലബനനിലെ ഹിസ്ബുള്ളയ്ക്കും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. US മധ്യസ്ഥതയിൽ നടന്ന വെടിനിർത്തൽ കരാർ പ്രകാരം ഹിസ്ബുള്ള ആയുധം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ലെന്നും അത് ഞങ്ങൾ ഗൗരവത്തോടെ കാണുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യമനിലെ ഹൗതികൾക്കും ഇറാനും തക്ക സമയത്ത് മറുപടി നൽകുമെന്നും പുതിയ ഭീഷണികൾ നേരിടാൻ ഇസ്രയേൽ സജ്ജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്തയാഴ്ച നെതന്യാഹു ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഗാസ സമാധാന പദ്ധതിയുടെ 2ാം ഘട്ടമായിരിക്കും പ്രധാന ചർച്ചാ വിഷയം. അതിനിടെ ഹമാസ് പ്രതിനിധികൾ തുർക്കി വിദേശകാര്യമന്ത്രിയുമായും ചർച്ച നടത്തി. അതേസമയം പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ഏതൊരു ശ്രമത്തെയും എതിർക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. പലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വഴി തുറക്കുന്ന US നേതൃത്വത്തിലുള്ള ഗാസ പ്രമേയത്തിന് UN രക്ഷാസമിതി വോട്ടെടുപ്പിന് മുന്നോടിയായാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന. പലസ്തീൻ രാഷ്ട്രം രൂപവൽക്കരിക്കുന്നത് ഹമാസിനുള്ള സമ്മാനമാകുമെന്നും ഇസ്രയേൽ അതിർത്തിയിൽ കൂടുതൽ വിശാലമായ ഹമാസ് ഭരണത്തിനാണ് ഇത് വഴിയൊരുക്കുകയെന്നുമാണ് നെതന്യാഹുവിന്റെ നിലപാട്. എന്നാൽ ഗാസ വെടിനിർത്തൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനാണ് US ശ്രമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നെതന്യാഹുവിന് അന്താരാഷ്ട്ര സമ്മർദ്ദവുമുണ്ട്. ഗാസയിൽ അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കാൻ UN അനുമതി തേടിയുള്ള US നിർദ്ദേശത്തിലാണ് UN രക്ഷാസമിതിയിൽ വോട്ടെടുപ്പ് നടക്കുക. അതേസമയം റഷ്യ, ചൈന, ചില അറബ് രാജ്യങ്ങൾ എന്നിവ നിർദ്ദേശത്തെ എതിർക്കുന്നുണ്ട്. ഹമാസും പലസ്തീൻ ഗ്രൂപ്പുകളും നിർദ്ദേശത്തെ എതിർത്ത് രംഗത്ത് വന്നു. ഇസ്രയേലിന് അനുകൂലമായ ഭരണ സംവിധാനം സ്ഥാപിക്കാനുള്ള ശ്രമമാണിതെന്നും അവർ കുറ്റപ്പെടുത്തി. അന്താരാഷ്ട്ര സേന രൂപവൽക്കരിക്കുകയാണെങ്കിൽ അതിൽ ഇസ്രയേൽ ഉണ്ടാകരുതെന്നും UNന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. അതേസമയം ഗാസയിലെ അധിനിവേശം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറായാൽ പലസ്തീൻ അതോറിറ്റിക്ക് മുന്നിൽ ആയുധം വച്ച് കീഴടങ്ങുമെന്ന് ഹമാസ് അറിയിച്ചു. അധിനിവേശം എത്ര കാലം നിലനിൽക്കുമെന്നതുമായി ബന്ധപ്പെട്ടാണ് തങ്ങളുടെ ആയുധ ഉപയോഗം ഇരിക്കുന്നതെന്നും അത് അവസാനിപ്പിച്ചാൽ ആയുധം താഴെ വയ്ക്കുമെന്നും ഹമാസ് നേതാവ് ഖലീൽ അൽഹയ്യ പറഞ്ഞു. അതിർത്തി സംരക്ഷിക്കുന്നതിനും വെടിനിർത്തൽ നിരീക്ഷിക്കുന്നതിനുമായി UNന്റെ നേതൃത്വത്തിൽ സേനയെ വിന്യസിക്കുന്നതിനെ പിന്തുണയ്ക്കുമെന്നും അറിയിച്ചു. അതിനിടെ ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ച് സമാധാന കരാറിന്റെ 2ാം ഘട്ടം എത്രയും വേഗം നടപ്പാക്കണമെന്ന് മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു. ഗാസയിൽ സുസ്ഥിര സമാധാനം സ്ഥാപിക്കുക ലക്ഷ്യമിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ച 20 സമാധാന പദ്ധതിയുടെ ഭാഗമായി ഒക്ടോബർ 10 ആദ്യഘട്ട വെടിനിർത്തൽ നിലവിൽ വന്നു. ജീവനോടെയുള്ള ബന്ദികളുടെയും മരിച്ച ബന്ദികളുടെയും മൃതദേഹങ്ങളും കൈമാറുക, ഗാസയ്ക്കുള്ളിലെ മഞ്ഞ രേഖയിലേക്ക് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങുക എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കേണ്ടിയിരുന്നത്. ഇത് ഏതാണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ സേനയുടെ സമ്പൂർണ്ണ പിന്മാറ്റവും ഹമാസിന്റെ നിരായുധീകരണവുമാണ് 2ാം ഘട്ടത്തിൽ നടപ്പാക്കേണ്ടത്. US മുന്നോട്ട് വച്ച സമാധാന പദ്ധതി പ്രകാരമുള്ള 2ാം ഘട്ട വെടിനിർത്തലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.